തന്നെയാണ് 2014 ശേഷം ഏറ്റവും വലിയ പ്രതിപക്ഷ ഐക്യനിര അത് BJP വിരുദ്ധതയിലൂന്നിയ പ്രതിപക്ഷ ഐക്യനിര ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ ഈ രണ്ടാം നരേന്ദ്രമോദി ഗവൺമെൻറ് കാലഘട്ടത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴുണ്ടായ വലിയൊരു പ്രതിഭാസം. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു കമ്പൽഷനിലാണ് വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് BJPക്ക് NDAയുടെ യോഗം തന്നെ വിളിച്ചേർക്കേണ്ടി വന്നു. NDA കൂടാറില്ലായിരുന്നല്ലോ. ഇപ്പോൾ NDAയെ കുറിച്ചെല്ലാം പറയുന്നത് അന്ന് കൂടാറില്ലായിരുന്നല്ലോ. ഇനി ശ്രീ നാരായണപതി പ്രതിപാദിച്ച രണ്ട് കാര്യങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു BJDയും YSRCPയും NDAയുടെ ഭാഗമായിരുന്നില്ല. ആണെന്ന് ഞാൻ ആരോപിച്ചുമില്ലല്ലോ. അല്ല, പക്ഷേ നിങ്ങളുടെ കൂടെയില്ലാതിരുന്ന ആ രണ്ടു പേരുടെ പിന്തുണ വേണ്ടി വന്നു നിങ്ങൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് കടന്നു പോകാൻ, ദിവസമൊന്ന് കഴിഞ്ഞ് കിട്ടാൻ, എത്രയോ ബില്ലുകൾ പാസ്സാക്കാൻ നിർണായകമായ ഘട്ടങ്ങളിൽ വേണ്ടി വന്നില്ലേ? അതിനോടുള്ള നന്ദി കേടാണ് നിങ്ങൾ താഴെ കാണിച്ചതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഒരേ സമയം പറയുന്നു ഞങ്ങളും കോൺഗ്രസും തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടുന്നു, നിങ്ങളും അവരും തമ്മിൽ ഇവിടെ ഏറ്റുമുട്ടിയിട്ടില്ല. അത് വിവിധ സന്ദർഭങ്ങളിലുണ്ടല്ലോ. പറയട്ടെ, ഞാനൊന്ന് സംസാരിക്കട്ടെ. നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ മതിയായ പിന്തുണയും പരിഗണനയും അവർക്ക് നൽകിയിരുന്നു. അതങ്ങനെ നിങ്ങൾ ഇല്ലെന്ന് പറയരുത്. അവർ മന്ത്രിസഭയുടെ ഭാഗമല്ല. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊന്നാണ് ട്രാൻസ്പോർട്ട്, ടൂറിസം ആൻഡ് കൾച്ചർ. അതിൽ ചെയർമാൻഷിപ്പ് നിങ്ങൾ കൊടുത്തിരുന്നത് രണ്ടാം മോദി സർക്കാരിൽ YSRCPയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജയ് സായി റെഡ്ഡിക്കായിരുന്നു. അപ്പോൾ YSRCPക്ക് നിങ്ങളെന്തിനാണ് അത്രയും പ്രധാനപ്പെട്ട ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻഷിപ്പ് കൊടുത്തത്? നിങ്ങളും അവരും തമ്മിലുള്ള ഗിവ് ആൻഡ് ടെക്ക് റിലേഷൻ തന്നെയായിരുന്നു അത്. അതൊന്നും ഇല്ലയെന്ന് പറയരുത്, കണ്ണടച്ചിരുട്ടാക്കരുത്. പക്ഷേ എന്നിട്ടോ നിങ്ങൾ അവരുടെ ബദ്ധവൈരായികളായ TDPക്ക് കൂടെ ചേർന്നു. ഇതൊക്കെ വെറും രാഷ്ട്രീയ കളി മാത്രമാണ്. ഇതേ കാര്യം ഈ TDPക്ക് നന്നായിട്ടറിയാം, ചന്ദ്രബാബു നായിഡു നന്നായിട്ടറിയാം. ഇന്ന് YSRCP ആണെങ്കിൽ നാളെ എനിക്കെതിരെ ഇത് വരുമെന്ന നല്ല ധാരണയോടുകൂടി തന്നെയാണ് നിങ്ങളെ താങ്ങി നിർത്തുന്ന ശ്രീ ചന്ദ്രബാബു നായിഡുവും അദ്ദേഹത്തിൻ്റെ TDPയും പാർലമെൻറ്റിനുള്ളിൽ ഇരിക്കുന്നതെന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടായിരുന്നാൽ മതി. നിതീഷ് കുമാറിന് ഇതിനേക്കാൾ നന്നായിട്ട് അറിയാം നിങ്ങളുടെ രീതി. അപ്പോൾ ഈ റിയാലിറ്റി അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്, പാർലമെൻറ്റിനകത്ത് അങ്ങ് പറയുകയാണ് പ്രധാനമന്ത്രി എല്ലാ ദിവസവും പറയേണ്ട കാര്യമൊന്നുമില്ല. അതിലൊരു അഹങ്കാരത്തിൻ്റെ സ്വരം ചേർന്നിരിക്കുകയാണല്ലോ ശ്രീ നാരായണൻ നമ്പൂതിരി. അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പാർലമെൻറ്റിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഏതാണ് ഈ പ്രധാനപ്പെട്ട ദിവസം? ഏത് ബില്ലിൻ്റെ ചർച്ചയാണ്? പ്രധാനപ്പെട്ട ബില്ലുകളുടെ സോക്കോൾഡ് പ്രധാനപ്പെട്ട ബില്ലുകളുടെ ചർച്ചയാണ് പ്രധാനമന്ത്രി അവിടെ ഇരുന്നത് കേട്ടിട്ടുള്ളത്. പോട്ടെ, ഇനി അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കട്ടെ. അദ്ദേഹം പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നരേന്ദ്രമോദി പ്രതികരിക്കണം. ഞാൻ ചോദിക്കട്ടെ, മണിപ്പൂർ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന് നിങ്ങൾ പറയുമോ? ആ മണിപ്പൂരിൻ്റെ വിഷയത്തിൽ എന്തേ പ്രതികരിക്കാത്തത്? അങ്ങ് പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു നെറ്റിൻ്റെയും പ്രശ്നം. അത് പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ടതില്ല ആണല്ലേ? വകുപ്പുകൾക്ക് പ്രാധാന്യമുണ്ടല്ലേ? എന്നാൽ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വിനി വൈഷ്ണവിനെ പറഞ്ഞു വിട്ടാൽ പോരെ? പുതിയൊരു ട്രെയിൻ സർവീസ്, ഒരു റൂട്ട് ട്രെയിൻ സർവീസ് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ, ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഞാൻ വരണം, പ്രധാനമന്ത്രി വരണം. ഐ ആം ദി സ്റ്റേറ്റ്. അത് വേറെ ആരും പോയാൽ പറ്റില്ല. മന്ത്രിയൊക്കെ അങ്ങ് സൈഡിൽ മാറിയിരിക്കണം, ഞാൻ തന്നെ പോകണം. എന്നിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് മന്ത്രി പറഞ്ഞോളും. അതെന്ത് രീതിയാണ്? ഇന്ത്യയിലെ എത്രയോ സർവകലാശാലകൾ, കെട്ടിടങ്ങൾ, അതിൻ്റെ വിവിധ ബ്ലോക്കുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോയത് പ്രധാനമന്ത്രിയല്ലേ? പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ പ്രശ്നം വന്നാൽ അത് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞോളും. അതെന്ത് രീതിയാണ് ശ്രീ നാരായണൻ നമ്പൂതിരി? മണിപ്പൂർ പ്രശ്നത്തിൽ പ്രധാനമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടുണ്ടോ? ഈ നിമിഷം വരെ മിണ്ടിയിട്ടുണ്ടോ? കർഷക സമരം പ്രധാനമന്ത്രി മിണ്ടിയിട്ടുണ്ടോ? രാജ്യത്തെ നെറ്റ് രാജ്യത്തെ നിർണായകമായ പ്രശ്നങ്ങളിൽ മിണ്ടിയിട്ടുണ്ടോ? എന്നാൽ വർഗീയത പറയാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് നാവുയർത്താൻ ഒരു മടിയുണ്ടായിരുന്നില്ലല്ലോ. എന്തെല്ലാം വിളിച്ചു പറഞ്ഞത്? അപ്പോൾ അങ്ങ് പറഞ്ഞതിന് ഒരു വിശദീകരണം കൂടി തന്നിട്ട് പോകണം. ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയായിരിക്കും, പറയേണ്ടതിനെ മിണ്ടു, വാ തുറക്കേണ്ടതിനെ മിണ്ടു, അതൊക്കെ റിസർവ്ഡ് ആണ്. പക്ഷേ അതാ പറയട്ടെ, ബാക്കിയെല്ലാം മന്ത്രിമാർ ചെയ്തോളണം. ആ മന്ത്രിമാർ ചെയ്യേണ്ട പണി പോലും കയറിയിട്ട് കൊടിയും പിടിച്ച് പോയി എന്ന് ചെയ്യുന്ന, ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി എന്നത് മറന്നു പോകരുത്. ശരി.